എന്ത് പറയാനാ എന്റെ കോമളം? ഓ, എന്റെ കുടുംബം അലങ്കോലായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. നല്ല മരുമോളെ കിട്ടാനേ പുണ്യം ചെയ്യണം. ഓ, ഞാൻ അതിനുള്ള പുണ്യം ഒന്നും ചെയ്തിട്ടില്ല. ഇവരോട് ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നതിനേക്കാൾ ഭേദം മിണ്ടാതിരിക്കുന്നതാ. പക്ഷെ എത്ര നേരം എന്ന് വെച്ചാ കേട്ടിരിക്കുക. ആന്നേ 916 ഇവിടെ വരേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ചെക്കനെ അവര് വളച്ചെടുത്തില്ലേ. ഹേയ്, ഇപ്പം മുക്കുകൊണ്ടത്തേക്കാൾ കഷ്ടമായി പോയി. അമ്മേ, കോമളം ഞാൻ പിന്നെ വിളിക്കാം. എടാ, നീ ഇതെവിടെ പോയി ഇത്രയും നേരം? ഇവിടെ ഒരു സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പുറത്തു പോയിരുന്നതാ. എടാ, മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നിങ്ങൾ പോയട്രി അറിയോ? അതെ, ഇതൊരു ഗുണപാഠ കവിതയാ. മൂത്തവര് പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ കുഴപ്പോ ഇതൊക്കെയാന്നാ പറഞ്ഞു വരുന്നത്. കേട്ടാ? എന്താടാ ഒരു രൂക്ഷമണം? നീ പുളിച്ച കള്ളു കുടിച്ചിട്ടുണ്ടോ? അയ്യോ, പുളിച്ച കള്ളൊന്നുമല്ല കുടിച്ച, നല്ല ഒന്നാന്തര സാധനമാ. എടാ മോനെ, നീ വെട്ടിരുമ്പ് പോലത്തെ സാധനമൊന്നും വലിച്ചു കയറ്റല്ലേ. നിന്റെ ചങ്കും കരലും ഒക്കെ വാടി പോവാടാ. കുടിച്ചതിന് ഞാനിപ്പോ എന്ത് വഴക്ക് പറയാനാ? നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ആത്മഹത്യ ചെയ്യുമായിരുന്നു. മകളാണല്ലേ? അതെ തിരുമേനി. 3 മക്കളാ ഞങ്ങൾക്ക്. മൂത്തതും ഏറ്റവും ഇളയതും പെൺകുട്ടികളാ. ഇത് മകനും മകന്റെ ഭാര്യയോ. കുട്ടിക്ക് ശനിദശയുടെ കാലമാ. ഇനി 36 വയസ്സ് വരെ ശനിയുണ്ട്. പക്ഷേ 12 ചൊവ്വയുണ്ട്. അത് നല്ലതാ. ദൈവാധീനമുണ്ട്. അതാ ഒരാശ്വാസം. വിവാഹം കഴിഞ്ഞ കുട്ടിയല്ലേ? അതെ തിരുമേനി. വിവാഹം കഴിച്ചു ചെന്ന വീടും പ്രശ്നമുള്ള വീടാ. കുട്ടികളുണ്ടോ ഈ ജാതകക്കാരിക്ക്? ഇല്ല. പക്ഷേ മാതാവാകാനുള്ള യോഗം ഉണ്ടായതായി കാണുന്നു. അതാരോ ബന്ധിച്ചതായിട്ടും കാണുന്നുണ്ട്. ശരിയാ തിരുമേനി. അവൾ അടുത്ത മാസം ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതായിരുന്നു. പക്ഷെ അബോർഷനായി. അബോർഷനാക്കിയതാണ് ശത്രുദോഷം. ജ്യോതിഷം കള്ളം പറയില്ല. തിരുമേനി പറയുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നോളൂ. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഇത് ശത്രുദോഷം തന്നെയാ. അതുമാത്രമല്ല, അകാലത്തിൽ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ ആത്മാവ് പരേതാത്മാവില് ഇതുവരെ ലയിച്ചിട്ടുമില്ല. ആ ജീവന്റെ പ്രാക്ക് 7 തലമുറ വരെ നിൽക്കുന്ന കണക്ക്. ഈ ജാതകക്കാരിക്കിപ്പോ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ശരിയാ. ഭർത്താവുമായിട്ട് പോലും ഈ കുട്ടി ഇപ്പോ അകലുകയാണ്. ഈ ഭാര്യാഭർത്തൃബന്ധം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഈ കുട്ടിയുടെ ശത്രുഭാഗത്ത് അത്യാഗ്രഹിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. തിരുമേനി പറഞ്ഞത് ശരിയാ. അത് ശ്രീലക്ഷ്മിയുടെ അമ്മായിയമ്മയാ. രുക്മിണി എന്ന അവരുടെ പേര്. എന്തായാലും ആ സ്ത്രീ ഒത്തിരി ആഭിചാരക്രിയകളും ദുർമന്ത്രവാദങ്ങളും ചെയ്തിട്ടുള്ളതായി കാണുന്നുണ്ട്. വിപരീത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉഗ്രൻ തിരിച്ചടി കിട്ടും.
വിഷപ്പൊടി നന്നായിട്ട് കത്തിപ്പടരുന്നുണ്ട്. ബാക്കിയൂടെ കൊടുക്കണം. ശ്രീ, ദാ, നീ ഇന്ന് ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്കെന്താ ശ്രീ പറ്റിയ? സുഖയല്ലേ? എനിക്ക് വയ്യ. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോണം, പക്ഷേ ഇപ്പൊ വേണ്ട. ഏയ്യടാ. നീ ഇന്ന് ക്ഷീണിച്ച് വല്ലാതായി പോയി. ആഹാരമൊന്നും വേണ്ട. എന്താ പറ്റിയ നിനക്ക്? എനിക്കറിയില്ല ഹരീഷ്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളാ. എങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടാലോ? എന്തോ വല്ലാത്ത ക്ഷീണം. നമുക്ക് വൈകിട്ട് പോവാം. ആ, ഞാനൊന്ന് കിടക്കട്ടെ. നീ ഈ ജ്യൂസെങ്കിലും ഒന്ന് കുടിക്കേ. ഒന്നും കഴിച്ചില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. എനിക്കിപ്പോ വേണ്ട. ശരി, കിടന്നു. വാ. കിടക്ക്.